മകളെ, നിനക്ക് നൽകാൻ എൻ്റെ കയ്യിൽ സമ്മാനങ്ങളൊന്നുമില്ല. 928 ഒരു വേനൽക്കാലത്ത് ഒരച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. മസൂറിയിലെ മഞ്ഞു പെയ്യുന്ന മലമുകളിൽ കഴിയുന്ന ആ 11-കാരിക്ക് അതിലൊട്ടും പരിഭവമുണ്ടായിരുന്നില്ല. കാരണം ഒരു സമ്മാനത്തിനും നൽകാനാവാത്ത സന്തോഷവും കൗതുകവും അറിവും അത്ഭുതവും ഉള്ളടങ്ങിയതായിരുന്നു ആ കത്തുകൾ. രാജ്യം അപ്രതിരോധ്യമായ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളുടെ അലകടലായ കാലം. താഴ്വരകളിലെ പല ജയിലുകളിൽ നിന്ന് പറന്നെത്തിയ 196 കത്തുകളിലൂടെയാണ് അവൾ ലോകത്തെ കണ്ടത്. ആ അച്ഛൻ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, മകൾ ഇന്ത്യയുടെ 5ാമത്തെയും പ്രധാനമന്ത്രി. ആ കഥ അറിയാത്തവരാരുമില്ല. ഒരച്ഛൻ മകൾക്കയച്ച ആ കത്തുകളിലെ അപാരമായ മാനവിക ബോധവും സമത്വവും സമഭാവനയും സഹിഷ്ണുതയുമെല്ലാം ഒരൊറ്റ രാത്രിയിലെ ഒരൊറ്റ ഉത്തരവ് കൊണ്ട് ഒരു മകൾക്ക് താറുമാറാക്കാനായതിൻ്റെ മറ്റൊരു കഥയുണ്ട്. അതാണ് ഇന്ത്യയുടെ ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ കഥ. ആയിരത്തി 1975 അലഹബാദ് ഹൈക്കോടതി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയപ്പോൾ ഇന്ദിര ഒരു രാജ്യത്തെയും ജനതയെയും തന്നെ അയോഗ്യരാക്കി നടത്തിയ പ്രഖ്യാപനമാണ് അക്ഷരാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ. അബു എബ്രഹാം പിന്നീട് കാർട്ടൂൺ വരച്ച് കളിയാക്കിയതുപോലെ ബാത്ടബിലിരുന്ന് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ദിരയുടെ ഓർഡിനൻസ് ഒന്ന് തുറന്നു നോക്കുക പോലും ചെയ്യാതെ അതിൽ കയ്യൊപ്പിട്ടു. 1975 ജൂൺ 26 പുലർച്ചെ 6 മണിക്ക് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റപടി കണ്ണുതിരുമിയെത്തിയ തൻ്റെ മന്ത്രിസഭാംഗങ്ങളോട് ഇന്ദിര ഇന്ത്യയുടെ തലവര മാറ്റിവരച്ച് തൻ്റെ തീരുമാനം അറിയിക്കുമ്പോഴേക്കും രാജ്യത്ത് പൗരാവകാശങ്ങൾക്ക് വിലങ്ങ് വീണു തുടങ്ങിയിരുന്നു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഒന്നാകെ ജയിലിലടക്കപ്പെട്ടു തുടങ്ങിയിരുന്നു. ജനപ്രതിനിധികൾ, ട്രേഡ് യൂണിയനിസ്റ്റുകൾ, പത്രപ്രവർത്തകർ, എഴുത്തുകാർ, ഭരണകക്ഷി എതിർക്കുന്ന ആർക്കും രക്ഷയില്ലാത്ത കിരാതകാലം ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഉറ്റ ചങ്ങാതിമാരായ ജയപ്രകാശ് നാരായണനെയും മൊറാർജി ദേശായിയെയും തടവിലിടാൻ നെഹ്റുവിൻ്റെ മകൾ ഇന്ദിര ഹരിയാന റെസ്റ്റ് ഹൗസാണ് ജയിലാക്കിയത്. ജയിൽ പുള്ളികളെ തേടി വന്ന കാലം. ആദ്യമായി വനിതകളിൽ നിന്നൊരു സ്വേച്ഛാധിപതിയെ കണ്ട അന്താളിപ്പിലായിരുന്നു ലോകമാധ്യമങ്ങളും അന്തം വിട്ടു. നാസി ജർമ്മനിയിലേക്കാൾ 10 മടങ്ങായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിൽ വന്ധ്യംകരിക്കപ്പെട്ട മനുഷ്യർ. പിറന്ന മണ്ണിൽ നിന്ന് പിഴുതെറിയപ്പെട്ടവരുടെ കഥയും തഥൈവ. 21 മാസം ഒരു മഹാരാജ്യം ജയിലറുകളും കൊലയറകളും നിറഞ്ഞ കോൺസെൻട്രേഷൻ ക്യാമ്പായി. സെൻസർഷിപ്പ് എന്ന മാരകായുധം കൊണ്ട് മാധ്യമങ്ങൾ തലങ്ങും വിലങ്ങും അരിഞ്ഞു വീഴ്ത്തപ്പെട്ടു. കുൽദീപ് നയ്യാറും സുന്ദർ രാജനും RK മൽക്കാനിയും ഉൾപ്പെടെ 300ഓളം മാധ്യമപ്രവർത്തകർ തുറുങ്കിലടക്കപ്പെട്ടു. ജനാധിപത്യ അട്ടിമറിക്ക് ശേഷം അധികാരം പിടിച്ചെടുത്ത സൈനിക മേധാവികളെപ്പോലും നാണിപ്പിച്ച മിസിസ് ഗാന്ധിയെ AKG ആണ് വിളിച്ചത്, പെൺ ഹിറ്റ്ലർ. എന്നാൽ അടിയന്തരാവസ്ഥയ്ക്ക് 16 വർഷം മുമ്പ് ഇന്ദിരയുടെ ഭർത്താവ് തന്നെ അവരെ ഹിറ്റ്ലറോടും മുസോളിനിയോടും ഉപമിച്ചിട്ടുണ്ട്. പാർട്ടിയിലും പാർലമെന്റിലും ഇന്ദിരയുടെ എതിർചേരിയിലായിരുന്ന ഫിറോസ് ഗാന്ധി 1959 കേരളത്തിലെ EMS സർക്കാരിനെ പിരിച്ചുവിടുക എന്നത് പ്രധാനമന്ത്രി നെഹ്റുവിനേക്കാൾ പാർട്ടി പ്രസിഡന്റ് ഇന്ദിരയുടെ പിടിവാശിയായിരുന്നു. അതിനെതിരെ ഫിറോസ് പാർലമെന്റിൽ മാത്രമല്ല സ്വന്തം കുടുംബ സദസ്സിലും കലാപമുണ്ടാക്കി. അങ്ങനെയൊരു ദിവസം തീൻമൂർത്തി ഭവനിലെ പ്രഭാത ഭക്ഷണത്തിനിടെയുണ്ടായ തർക്കത്തിൽ നിന്ന് ഇറങ്ങിപ്പോകവേ ഫിറോസ് ഇന്ദിരയെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു, ഫാസിസ്റ്റ്. തീൻമൂർത്തി ഭവനിൽ നിന്ന് അന്നിറങ്ങിപ്പോയ ഫിറോസ് പിന്നീട് ഒരിക്കലും അവിടേക്ക് കയറി വന്നിട്ടില്ലെന്നാണ് ഇന്ദിരയുടെ സുഹൃത്തുക്കളിൽ ഒരാളായ പ്രമുഖ പത്രപ്രവർത്തകൻ നിഖിൽ ചക്രവർത്തി പറഞ്ഞത്. ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല. അടിയന്തരാവസ്ഥയ്ക്കും 15 വർഷം മുമ്പേ ഫിറോസ് മരണത്തിലേക്ക് മാഞ്ഞു. രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ നിന്നും ഫിറോസിനെ മായ്ച്ചു കളയാൻ ഇന്ദിര ഭക്തർ മത്സരിച്ചു. 1975 ജൂണിനും 77 ജനുവരിക്കുമിടയിൽ ഇന്ത്യൻ ജനാധിപത്യം ദീർഘനാളത്തെ അവധിയെടുത്തുവെന്നാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചരിത്രകാരനായ പ്രൊഫസർ രാമചന്ദ്ര ഗുഹയുടെ പരിഹാസം. ലോകത്തെ സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളുടെ പട്ടികയിൽ ചെറിയ കാലത്തേക്കെങ്കിലും ഇന്ത്യയെ പ്രതിഷ്ഠിച്ചതിൻ്റെ അംഗീകാരം ഗുഹ ഇന്ദിരയ്ക്ക് നൽകുന്നു.
ജവഹർലാലിൻ്റെ മഹത് ജനാധിപത്യ വിദ്യാലയത്തിൽ പരിശീലനം ലഭിച്ച ഒരു മകൾക്ക് എങ്ങനെ അതിന് സാധിച്ചുവെന്ന അത്ഭുതം പങ്കുവെക്കുന്നവരുണ്ട് ഇന്നും. നെഹ്റു എത്രമാത്രം വലിയ ദേശസ്നേഹിയും സ്വാതന്ത്ര്യമോഹിയും സോഷ്യലിസ്റ്റ് ജനാധിപത്യവാദിയുമാണോ അത്ര തന്നെ മകളിലും പ്രതീക്ഷിച്ചവർ നെഹ്റു അന്തരിച്ച് ഒരു ദശാബ്ദത്തിന് ശേഷം സ്തബ്ധരായി. അടിയന്തരാവസ്ഥക്കാലത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നെഹ്റുവും ഇന്ദിരയുടെ ജയിലിൽ അടക്കപ്പെട്ടേനെ. ഒരച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾക്ക് കാലം എന്തുകൊണ്ടോ അങ്ങനെയൊരു ക്ലൈമാക്സ് നൽകിയില്ല. എങ്കിലും എത്ര നിഷ്ഫലം ആ അച്ഛൻ്റെ കത്തുകൾ! എത്ര നിഷ്ഠൂരമാണ് ഇന്ത്യയുടെ എന്ന പോലെ ഇന്ദിരയുടെയും സ്വയം റദ്ദാക്കപ്പെട്ട ആദർശ പാരമ്പര്യങ്ങളുടെ അക്കഥ. എവിടെ നിന്നാണ് അത് തുടങ്ങാനാവുക? എവിടെയാണ് അത് അവസാനിപ്പിക്കാനാവുക? അടിയന്തരാവസ്ഥയുടെ കഥ എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ എവിടെ നിന്നും തുടങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നവരുണ്ടാകും. എങ്കിലും ഒരു സൗകര്യത്തിന് വേണ്ടി നമുക്ക് 1966 നിന്ന് തുടങ്ങാം. ആ വർഷം ജനുവരിയിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അപ്രതീക്ഷിത മരണത്തോടെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. ഒരിക്കലും ഇന്ദിരയാണ് തൻ്റെ പിൻഗാമിയെന്ന് നെഹ്റു ആരോടും പറഞ്ഞിട്ടില്ല. 1964 നെഹ്റുവിന് സ്ട്രോക്ക് വന്ന് ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ ആ ചുമതലകൾ നൽകിയത് അദ്ദേഹം ലാൽ ബഹദൂർ ശാസ്ത്രിക്കായിരുന്നു. ഇന്ദിരയെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താൻ പലരും സമ്മർദ്ദം ചെലുത്തിയിട്ടും നെഹ്റു തയ്യാറായിട്ടില്ല. നെഹ്റുവിൻ്റെ ഔദ്യോഗിക കാര്യകർത്താവിനെ പോലെ ഇന്ദിര കൂടെയുണ്ടായിരുന്നുവെങ്കിലും ഒരു അകലം എപ്പോഴും അദ്ദേഹം തോന്നിപ്പിച്ചിരുന്നു. 1959 EMS സർക്കാരിനെ പിരിച്ചുവിട്ടതിന് ശേഷം ഇരുവരും സ്വല്പം അകൽച്ചയിലായിരുന്നുവെന്ന് തന്നെ കുൽദീപ് നയ്യാർ എഴുതിയിട്ടുണ്ട്. 1964 ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം പാർട്ടിക്കുള്ളിൽ ഒരു കൂട്ടം പ്രാദേശിക നേതാക്കൾ അധികാരം ഉറപ്പിച്ചു. മദ്രാസിൽ നിന്നുള്ള കെ കാമരാജ്, ആന്ധ്രയിൽ നിന്നുള്ള നീലം സഞ്ജീവ റെഡ്ഡി, മൈസൂരിലെ നിജലിംഗപ്പ, ബോംബെക്കാരനായ SK പാട്ടീൽ, ബംഗാളിൽ നിന്നുള്ള അതുല്യ ഘോഷ് അവരായിരുന്നു പ്രധാനികൾ. എല്ലാവരും മൊറാർജി ദേശായിയുടെ എതിരാളികൾ. ശാസ്ത്രിയേക്കാൾ മൊറാർജിക്കായിരുന്നു ജനപ്രീതിയെങ്കിലും പാർട്ടി പ്രീതി ശാസ്ത്രിക്കായിരുന്നു. പ്രധാനമന്ത്രി ശാസ്ത്രിയുടെ മന്ത്രിസഭയിൽ വാർത്താവിതരണ മന്ത്രാലയത്തിൻ്റെ ചുമതലയിലുള്ള മന്ത്രിയായിരുന്നു ഇന്ദിര. അടിയന്തരാവസ്ഥക്കാലത്ത് വാർത്താമാധ്യമങ്ങളെ അടക്കി ഭരിക്കാനുള്ള കൈവഴക്കം ഇന്ദിരയ്ക്ക് ലഭിച്ചത് അവിടെ നിന്നായിരിക്കണം. ജവഹർലാലിന് ശേഷം 10 വർഷം കൊണ്ടാണ് ഇന്ദിര ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കഥ കഴിച്ചതെങ്കിൽ 5 വർഷത്തിനുള്ളിൽ തന്നെ പാർട്ടിയിലെ ജനാധിപത്യത്തിൻ്റെ അടിക്കല്ലിളക്കിയിരുന്നു. കോൺഗ്രസിൽ കൂട്ടായ നേതൃത്വം അവസാനിപ്പിച്ചിരുന്നു. ഇന്ദിരാനുകൂലികൾ ഒരു പാർട്ടി ഒരു നേതാവ് എന്ന ആശയം രാജ്യവ്യാപകമായി പ്രചരിപ്പിച്ചു. അരുണാചൽ പ്രദേശിൽ ഒറ്റ പാർട്ടിയായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ എന്ന് കോൺഗ്രസ് പത്രം നാഷണൽ ഹെറാൾഡ് അച്ചുനിരത്തി ചോദിച്ചു. അടിയന്തരാവസ്ഥ കാലമാകുമ്പോഴേക്കും DK ബറുവയുടെ ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന സിദ്ധാന്തവും വന്നു. അത് അംഗീകരിക്കാത്തവർ പദവികളിൽ നിന്നും പാർട്ടിയിൽ നിന്നും പുറത്തായി. 1969 ജൂലൈയിൽ ബാംഗ്ലൂരിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ ബാങ്ക് ദേശസാൽക്കരണത്തിന് മുന്നോടിയായി ശ്രീമതി ഗാന്ധി അവതരിപ്പിച്ച സാമ്പത്തിക നയപ്രഖ്യാപനം പാർട്ടിയിലെ സമഗ്രാധിപത്യ പ്രകടനമായിരുന്നു. ധനകാര്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മൊറാർജി തെറിച്ചു. YB ചവാനും കാമരാജും നിജലിംഗപ്പയും അഭ്യർത്ഥിച്ചിട്ടും ഇന്ദിര വഴങ്ങിയില്ല. അതോടെ ഉപപ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മൊറാർജിക്ക് രാജിവെക്കേണ്ടി വന്നു. രാഷ്ട്രപതി സക്കീർ ഹുസൈൻ അന്തരിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പാർലമെന്ററി ബോർഡ് ലോക്സഭാ സ്പീക്കർ നീലം സഞ്ജീവ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു. എന്നാൽ ഇന്ദിര VV ഗിരിയെ പിന്താങ്ങി. അതോടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തോറ്റു. പാർട്ടി പിളർന്നു. ഇന്ദിരാഗാന്ധി ഒരു ഘടകത്തിൻ്റെ അനിഷേധ്യ നേതാവായി, ചോദ്യം ചെയ്യാനാവാത്ത പരമാധികാരിയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓർഗനൈസേഷൻ അഥവാ സംഘടനാ കോൺഗ്രസ് എന്നറിയപ്പെടുന്ന സിൻഡിക്കേറ്റ് വിഭാഗത്തിൻ്റെ നേതാവ് മൊറാർജി ദേശായി. ചെറു പാർട്ടികളെ കൂടെ നിർത്തി ഇന്ദിര പ്രധാനമന്ത്രി സ്ഥാനം നിലനിർത്തിയെങ്കിലും ഒരു ന്യൂനപക്ഷ സർക്കാരിനെ നയിക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ലായിരുന്നു. 1970 ഡിസംബറിൽ ലോക്സഭ പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ ഇന്ദിര പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു. 1971 മാർച്ചിലായിരുന്നു 5ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഗരീബി ഘട്ടാവോ എന്നായിരുന്നു ഇന്ദിരാ കോൺഗ്രസിന്റെ മുദ്രാവാക്യം.
ഇന്ദിര ഹഠാവോ എന്ന് ഇന്ദിര വിരുദ്ധ മഹാസഖ്യവും വിളിച്ചു. ഇന്ദിരയുടെ ജനപ്രീതിക്ക് ഒരു പോറലുമേറ്റില്ല. പ്രാദേശിക പാർട്ടികളെയെല്ലാം നിഷ്കരണം തകർത്ത് ഇന്ദിര തെരഞ്ഞെടുപ്പിൽ വിജയക്കുഴി പാറിച്ചു. ഇന്ത്യയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ചക്രവർത്തിനി തന്നെയായി ഇന്ദിര. ശത്രുക്കൾ പോലും അവരെ ഭാരത ദുർഗയായി വാഴ്ത്തി. വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും ഒരാളും ധൈര്യപ്പെട്ടില്ല. അഴിമതിയും സ്വജനപക്ഷപാതവും പെരുകി. കോൺഗ്രസ് ഭരിക്കുന്ന രണ്ട് പ്രധാന സംസ്ഥാനങ്ങളായ ഗുജറാത്തും ബീഹാറും ഔദ്യോഗിക അഴിമതിയുടെ ശക്തി കേന്ദ്രങ്ങളായി. പ്രധാനമന്ത്രിയുടെ മകൻ സഞ്ജയ് മന്ത്രിസഭയിലെ സർവശക്തനായി. മന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും സഞ്ജയിന്റെ ആജ്ഞയ്ക്കായി കാത്തിരുന്നു. വിലക്കയറ്റവും ഇന്ധനക്ഷാമവും കുടിവെള്ളക്ഷാമവും കൊണ്ട് സാധാരണക്കാരുടെ നടുവൊടിഞ്ഞു. ജയപ്രകാശ് നാരായണൻ നയിച്ച അഴിമതി വിരുദ്ധ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ ജന്മനാടായ ബീഹാറിൽ നിന്ന് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പടർന്നു. ഇന്ദിരയുടെ ജനപ്രീതിയും പതിയെ പതിയെ ഇടിഞ്ഞു. രാജാവിനെതിരെ ജനവികാരം ഉയരുമ്പോൾ അതിർത്തിയിൽ യുദ്ധമുണ്ടാവുക രാജതന്ത്രമാണെന്ന് എഴുതിയത് ധർമ്മപുരാണത്തിൽ ഒ വി വിജയനാണ്. 1971 ഡിസംബർ 3 മുതൽ ഡിസംബർ 16 വരെ മൂന്നാം പാകിസ്ഥാൻ യുദ്ധത്തിലൂടെ ഇന്ദിര നടപ്പാക്കിയതും ആ രാജതന്ത്രമാണ്. യുദ്ധവിജയം ഇന്ദിരയെ മത്തുപിടിപ്പിച്ചു. സോവിയറ്റ് പിന്തുണയുടെ ശക്തിയിൽ ഇന്ദിര അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണെ വരെ വെല്ലുവിളിച്ചു. 1950 മുതൽ ഇന്ത്യയുമായും അതിനേക്കാൾ നെഹ്റു കുടുംബവുമായും അടുത്ത സൗഹൃദമുണ്ടായിരുന്നു USSRന്. നെഹ്റുവോ മകൾ ഇന്ദിരയോ അല്ലാതെ മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സോവിയറ്റ് നേതാക്കൾക്ക് ചിന്തിക്കാനാവില്ലായിരുന്നു. അതൊക്കെ കൊണ്ടാകണം താഷ്കെൻഡിൽ വെച്ചുള്ള പ്രധാനമന്ത്രി ശാസ്ത്രിയുടെ മരണം നിരവധി സംശയങ്ങൾ ഉയർത്തിയത്. അന്നത്തെ സോവിയറ്റ് പ്രസിഡന്റ് ബ്രഷ്നെവ് പരസ്യമായി തന്നെ ചോദിച്ചുവത്രേ, ഇന്ത്യയിൽ എന്തിനാണ് ഒരു പ്രതിപക്ഷം എന്ന്. മോസ്കോയിൽ നിന്നുള്ള ആജ്ഞകൾക്ക് കാത്തിരുന്ന CPI ബ്രഷ്നെവ് മനസ്സിൽ കണ്ടത് മരത്തിൽ കണ്ടു. CPI ഇന്ദിരയെയും അടിയന്തരാവസ്ഥയെയും പിന്താങ്ങി. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് തൊട്ടു തലേന്ന് CPI നേതാവ് ഭൂപേഷ് ഗുപ്തയുമായുള്ള ഇന്ദിരയുടെ കൂടിക്കാഴ്ചയുടെ കഥകളെല്ലാം വന്നത് പിന്നീടാണ്. 1971 ധാക്കയിൽ പാകിസ്ഥാനെ അടിയറവ് പറയിച്ച യുദ്ധവിജയം ഇന്ദിരയെ മത്തുപിടിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. കോൺഗ്രസിൽ ഒരാൾ പോലും എതിരഭിപ്രായത്തിന് മുതിരാത്ത നേതാവായി ഇന്ദിര മാറി. ഇന്ദിര ഇന്ത്യയായില്ലെങ്കിലും കോൺഗ്രസ് പൂർണ്ണമായും ഇന്ദിരാമയമായി. കോൺഗ്രസ് പ്രവർത്തക സമിതി എന്നാൽ ഇന്ദിരയുടെ കൈകളിൽ മാത്രം പ്രവർത്തിക്കുന്ന കളിപ്പാവയായി. രാജ്യഭരണത്തെ സ്വന്തം രാജവംശം പോലെ ഇന്ദിര കുത്തികയാക്കി. സോഷ്യലിസ്റ്റ് മുഖംമൂടിക്കുള്ളിലെ കറകളഞ്ഞ ഏകാധിപത്യം. തൻ്റെ ജനപിന്തുണ പാർട്ടിയേക്കാൾ വലുതാകണമെന്ന അത്യാഗ്രഹമേ ഇന്ദിരയ്ക്കുണ്ടായിരുന്നുള്ളൂ. പാർട്ടിയും അണികളും ഇന്ദിരയുടെ അടിമക്കൂട്ടങ്ങളായി. ഇന്ദിരയുടെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകൾ മാത്രമായി എവിടെയും. അതിശക്തയായ നേതാവായി സ്വയം സ്ഥാപിച്ചെടുത്തിട്ടും യുദ്ധാനന്തരം ഇന്ദിരയ്ക്ക് കാലിടറി. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, ഭക്ഷ്യക്ഷാമം പ്രശ്നങ്ങൾ പെരുകി. സമ്പത്തകർച്ചയ്ക്ക് പിന്നാലെ രാജ്യവ്യാപക കലാപങ്ങളും പ്രതിഷേധങ്ങളും അലയടിച്ചു. ഗുജറാത്തിൽ ചിമൻഭായ് പട്ടേൽ സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ ചിമൻ ചോർ എന്ന് വിളിച്ച് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. വിദ്യാർത്ഥികൾക്കൊപ്പം കർഷകരും തൊഴിലാളികളും അണിചേർന്നു. സമരങ്ങൾക്കൊപ്പം പോലീസുമായുള്ള ഏറ്റുമുട്ടലുകളും പതിവായി. ബസ്സുകളും സർക്കാർ ഓഫീസുകളും തീവെച്ച് നശിപ്പിക്കപ്പെട്ടു. നിയമസഭ നിർത്തിവെച്ചതോടെ സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലായി. മൊറാർജി മരണം വരെ നിരാഹാരം പ്രഖ്യാപിച്ചതോടെ രാജ്യം ഇളകിമറിഞ്ഞു. സമാന്തരമായി സോഷ്യലിസ്റ്റ് നേതാവ് ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ നടന്ന റെയിൽവേ പണിമുടക്കും രാജ്യം സ്തംഭിപ്പിച്ചു. സമരം ചെയ്ത ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജീവനക്കാരുടെ കുടുംബാംഗങ്ങളെ ക്വാർട്ടേഴ്സുകളിൽ നിന്ന് ഇറക്കിവിട്ടു. സമാധാനത്തിനായി ഇറങ്ങിയ സൈന്യം നാടിൻ്റെ മനസമാധാനം തകർത്തു. ജയപ്രകാശ് നാരായണന്റെ ബീഹാർ പ്രസ്ഥാനം എല്ലാ സമരങ്ങൾക്കും നെടുനായകത്വം വഹിച്ചു. സമ്പൂർണ്ണ വിപ്ലവം 1974 ജൂണിൽ JP പാട്നയിലെ തെരുവുകളിലൂടെ നടത്തിയ ഘോഷയാത്രയുടെ ആഹ്വാനം അതായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഇന്ദിരയെ പിടിച്ചുകെട്ടാൻ ഏറ്റവും അനുയോജ്യനായ നേതാവിനെ JPയിൽ കണ്ടെത്തി. പിന്നാലെ 1971 റായ്ബറേലി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഗാന്ധിയോട് പരാജയപ്പെട്ട സോഷ്യലിസ്റ്റ് നേതാവ് രാജ്നാരായണൻ അലഹബാദ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയുടെ രൂപത്തിലും ഇന്ദിരയുടെ തലയ്ക്കുമീതെ
ഒരു ഇടിവാൾ പ്രത്യക്ഷപ്പെട്ടു. 1971 പ്രധാനമന്ത്രി ഇന്ദിര റായ്ബറേലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അഴിമതിയിലൂടെയാണെന്നായിരുന്നു എതിർ സ്ഥാനാർത്ഥി രാജ്നാരായണന്റെ വാദം. തെരഞ്ഞെടുപ്പിന് അനുവദനീയമായതിലും കൂടുതൽ പണം ചെലവഴിച്ചെന്നും സർക്കാർ ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു. 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി വിധി രാജ്നാരായണന്റെ ആരോപണം സ്ഥിരീകരിച്ചു. ജസ്റ്റിസ് ജഗ്മോഹൻ ലാൽ സിൻഹ ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. രാജ്നാരായണന് തെരഞ്ഞെടുപ്പ് ഹർജിയുടെ ചെലവ് സഹിതം അനുവദിച്ചുകൊണ്ടായിരുന്നു വിധി. 6 വർഷക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും കോടതി ഇന്ദിരയെ അയോഗ്യയാക്കി. ഹൈക്കോടതി വിധിക്കെതിരെ ഇന്ദിര സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. പരമവും നിരുപാധികവുമായ സ്റ്റേ അനുവദിക്കണമെന്നായിരുന്നു ഇന്ദിരയുടെ അപേക്ഷ. കോടതിക്ക് അവധിക്കാലമായിരുന്നു. ജസ്റ്റിസ് VR കൃഷ്ണയ്യരായിരുന്നു സുപ്രീം കോടതിയിലെ അവധിക്കാല ജഡ്ജി. രാജ്നാരായണന് വേണ്ടി അഡ്വക്കേറ്റ് ശാന്തിഭൂഷൺ ഹാജരായി. 1975 ജൂൺ 24 ഇന്ദിരാഗാന്ധിക്ക് സ്വാഭാവിക സ്റ്റേ അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വിധി. നിരുപാധിക സ്റ്റേയും സ്വാഭാവിക സ്റ്റേയും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രം. ഇന്ദിരയ്ക്ക് പാർലമെന്റ് അംഗമായി തുടരാം, സഭാ നടപടികളിലും പങ്കെടുക്കാം, പക്ഷെ വോട്ടവകാശമില്ല. ഹൈക്കോടതി വിധിക്ക് പൂർണ്ണ സ്റ്റേ നൽകാത്ത ഉത്തരവിനോട് ഇന്ദിരയ്ക്ക് കടുത്ത എതിർപ്പായിരുന്നുവെന്ന് ജസ്റ്റിസ് കൃഷ്ണയ്യർ പിൽക്കാലത്ത് പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നിർഭയവും നിഷ്പക്ഷവും നീതിപൂർണവുമായ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കേണ്ട ന്യായാധിപന്മാർ പോലും ഇന്ദിരയെ ശിരസാ വഹിക്കേണ്ടി വന്നതിനെക്കുറിച്ചും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധി വന്നതോടെ ഇന്ദിരയുടെ രാജിക്കായി പ്രതിപക്ഷത്തിന്റെ മുറവിളി ഉയർന്നു. രാജിക്കായി രാജ്യവ്യാപക സത്യാഗ്രഹത്തിന് JP ആഹ്വാനം ചെയ്തു. കോൺഗ്രസിലെ യുവതുർക്കികളും ഇന്ദിരയ്ക്കെതിരെ കലാപക്കൊടി ഉയർത്തി. കോൺഗ്രസ് പ്രസിഡന്റ് DK ബറുവ ഇന്ത്യ എന്നാൽ ഇന്ദിരയെ നാലാപനം തുടർന്നു. ഭരണഘടനയുടെ സഹായത്തോടെ തന്നെ എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കാമെന്ന് ഇന്ദിര തലപുകഞ്ഞാലോചിച്ചു. അതിൻ്റെ ഉത്തരമായിരുന്നു ഭരണഘടനയിൽ തന്നെ 352 വകുപ്പ്. കൊളോണിയൽ അധികാരനുകം വലിച്ചെറിഞ്ഞ് രാജ്യം 28 വർഷമേ ആയുള്ളൂ. അതിനുവേണ്ടി പോരാടിയ നേതാക്കളെല്ലാം നോക്കി നിൽക്കെ ഇന്ദിര അടിയന്തരാവസ്ഥയുടെ ഓർഡിനൻസ് തയ്യാറാക്കി. അത് തയ്യാറാക്കേണ്ട താമസം രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് അതിൽ ഒപ്പുചാർത്തി. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ആസന്നമായ അപകടമുണ്ടെന്നാണ് ഓർഡിനൻസിൽ എഴുതിവെച്ചത്. ആ അർദ്ധരാത്രിയോടെ തന്നെ ദില്ലി അസ്വാതന്ത്ര്യത്തിൻ്റെ ഇരുട്ടിലായി. എല്ലാ ഭരണഘടനാ അവകാശങ്ങളും താൽക്കാലികമായി റദ്ദാക്കപ്പെട്ടു. ദില്ലിയിൽ അകാരണമായി വൈദ്യുതി വിച്ഛേദിച്ചു. 2 ദിവസത്തേക്ക് ഒരു പത്രവും ഇറങ്ങാൻ പോകുന്നില്ലെന്ന് ഉറപ്പിച്ചു. ജൂൺ 26 പുലർച്ചെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വാക്കുകൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് ഇങ്ങനെ മുഴങ്ങി: ആരും പരിഭ്രാന്തരാകേണ്ട, രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ വളരെ ലാഘവത്തോടെയാണ് ഇന്ദിര മന്ത്രിസഭയെ അഭിമുഖീകരിച്ചതെന്ന് അക്കാലത്തെ ഇന്ദിര വിശ്വസ്തനും പിന്നീട് ജനതാ സഖ്യത്തിലെ പ്രധാനിയുമായ ജഗ്ജീവൻ റാം പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ താൻ ഉൾപ്പെടെയുള്ളവർ വെറും ഏറാൻ മൂളികളായിരുന്നെന്നും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. മന്ത്രിസഭയിൽ ഒരാളും ഇന്ദിരയ്ക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടിയില്ല. നേതൃത്വം ആകെയും നിർവീര്യമാക്കപ്പെട്ടു. അടിയന്തരാവസ്ഥ ദേശീയ താൽപര്യമായും എതിർക്കുന്നവർ ദേശവിരുദ്ധരായും പ്രഖ്യാപിക്കപ്പെട്ടു. പ്രധാനമായും 3 കാരണങ്ങളാണ് അതിനായി ഇന്ദിര നിരത്തിയത്. 1, JP പ്രസ്ഥാനം ഇന്ത്യയുടെ സുരക്ഷയും ജനാധിപത്യവും അപകടത്തിലാക്കി. 2, ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വിദേശ ശക്തികളുടെ ഇടപെടൽ. 3, പിന്നോക്ക വിഭാഗത്തിന്റെ ഉന്നമനത്തിന് ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വികസനം അനിവാര്യം. ഇന്ദിരയുടെ അധികാര കേന്ദ്രമായ സഫ്ദർജംഗ് റോഡിലെ വസതിയിൽ നിന്ന് സഞ്ജയ് ഗാന്ധി, സിദ്ധാർത്ഥ് ശങ്കർ റേ, ബൻസിലാൽ, RK മാധവൻ, യശ്പാൽ കപൂർ എന്നിവർ ചേർന്നാണ് അടിയന്തരാവസ്ഥ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. ആദ്യ മുന്നറിയിപ്പ് എന്ന നിലയിൽ രാജ്യത്തെ 700ഓളം വരുന്ന പ്രതിപക്ഷ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ജയിലിലടച്ചു. ഇന്ത്യയുടെ ഉത്തമ പൗരനായി പേരുകെട്ട PN ധർ ആയിരുന്നു അന്ന് ഇന്ദിരയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി. ഉത്തമനായതുകൊണ്ട് തന്നെ ഇന്ദിരയുടെ മകൻ സഞ്ജയിന് അദ്ദേഹത്തോട് താല്പര്യമില്ലായിരുന്നു.
പ്രധാനമന്ത്രിയുടെ ഓഫീസിലോ ഔദ്യോഗിക വസതിയിലോ PN ധറിനെ പ്രവേശിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്ഥാപനത്തെ ആദായ നികുതി കേസിൽ കുടുക്കി ദ്രോഹിക്കുകയും ചെയ്തു. പത്രങ്ങൾക്കെതിരായ സെൻസർഷിപ്പ് ഉത്തരവുകളെല്ലാം നടപ്പിലാക്കിയത് സഞ്ജയ് ഗാന്ധി നേരിട്ടായിരുന്നു. ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി IK ഗുജ്റാളിനെയും മറികടന്നായിരുന്നു സഞ്ജയിന്റെ തീരുമാനങ്ങൾ. 2 സ്വതന്ത്ര വാർത്താ ഏജൻസികളായ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയും യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയും ലയിപ്പിച്ച് സർക്കാർ നിയന്ത്രിതമായ സമാചാർ എന്ന ഒറ്റ കമ്പനി രൂപീകരിച്ചു. സഞ്ജയ് ഗാന്ധിയുടെ വ്യക്തിത്വം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള വാർത്തകൾ തലങ്ങും വിലങ്ങും പടച്ചുവിട്ടു. പ്രതിപക്ഷ പത്രങ്ങളുടെയെല്ലാം വായ മൂടിക്കെട്ടി. സർക്കാർ അനുകൂല വാർത്തകളല്ലാതെ മറ്റൊന്നും അധികാരികൾ അറിയാതെ പുറത്തു വരില്ലെന്ന് ഉറപ്പാക്കി. 50ഓളം പത്രാധിപർ അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവന പുറത്തിറക്കി. രാംനാഥ് ഗോയങ്കയുടെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ എക്സ്പ്രസ് അടിയന്തരാവസ്ഥയെ അവസാനം വരെയും എതിർത്തു. മുഖപ്രസംഗങ്ങൾക്ക് വിലക്ക് വന്നപ്പോൾ മുഖപ്രസംഗം ഒഴിച്ചിട്ട് പത്രമിറക്കി ഇന്ത്യൻ എക്സ്പ്രസ്. അക്കാലത്ത് അടിയന്തരാവസ്ഥ അനുകൂല പത്രമായ ടൈംസ് ഓഫ് ഇന്ത്യ അറിയപ്പെട്ടിരുന്നത് ടൈംസ് ഓഫ് ഇന്ദിര എന്നായിരുന്നു. ബുദ്ധിമാനായ ഒരാൾ ആ പത്രത്തിൽ ഇങ്ങനെ ഒരു രസികം പരസ്യം നൽകി: DEM ഓക്രസി അന്തരിച്ചു, ഭാര്യ T. റൂത്ത്, സഹോദരങ്ങൾ ALI ഭട്ടി, ഫെയ്ത്ത്, ഹോപ്പ്, ജസ്റ്റിസ്. രാജ്യം തെറ്റാതെ തന്നെ ആ പരസ്യം കൂട്ടി വായിച്ചു. ജനാധിപത്യം അന്തരിച്ചു, ഭാര്യ സത്യം, സഹോദരങ്ങൾ സ്വാതന്ത്ര്യം, വിശ്വാസം, പ്രത്യാശ, നീതി. അടിയന്തരാവസ്ഥയിൽ ഇന്ദിര കഴിഞ്ഞാൽ രണ്ടാമത്തെ അധികാര കേന്ദ്രമായിരുന്നു സഞ്ജയ്. ചിലപ്പോൾ ഇന്ദിരയേക്കാൾ അധിക അധികാരവും സഞ്ജയ് പ്രയോഗിച്ചിരുന്നു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും ക്യാബിനറ്റ് മന്ത്രിമാരും സഞ്ജയിന്റെ ഉത്തരവുകൾക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്നു. ഖുശ്വന്ത് സിംഗിനെ പോലുള്ള വലിയ എഴുത്തുകാരെ വരെ കുഴലൂത്തിൽ നിർത്തി ഇങ്ങനെ എഴുതിപ്പിച്ചു: സഞ്ജയ് മാൻ ഓഫ് ദ ഇയർ. 1976 നവംബറിൽ ചേർന്ന ഗോഹട്ടി AICCയിൽ വെച്ച് ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമി സഞ്ജയ് ഗാന്ധിയാണെന്ന് ഔദ്യോഗികമായി തീരുമാനിക്കപ്പെട്ടു. സഞ്ജയ് നെഹ്റു രാജവംശത്തിലെ യുവരാജാവായി വാഴിക്കപ്പെട്ടു. സഞ്ജയിന്റെ ദിഗ്വിജയ യാത്ര പോലെ ജനുവരി 21 തമിഴ്നാട്ടിലെ കരുണാനിധി സർക്കാരിനെ പിരിച്ചുവിട്ടു. മാർച്ചിൽ ഗുജറാത്തിലെ ജനതാ മുന്നണി സർക്കാരിനെയും കരിനിയമങ്ങൾ ഉപയോഗിച്ച് അവസാനിപ്പിച്ചു. അധികാരത്തിന്റെ ഇടനാഴികളിൽ ഓരോന്നായി സഞ്ജയ് തന്റെ ആജ്ഞാനുവർത്തികൾക്ക് തുറന്നുകൊടുത്തു. ദേശസാൽകൃത ബാങ്കുകളുടെ എല്ലാം തലപ്പത്ത് തന്റെ കളങ്കിത സുഹൃത്തുക്കളെ തിരികെ കയറ്റി. ബാങ്കിംഗ് സംവിധാനത്തെക്കുറിച്ച് ഒരു ചുക്കുമറിയാത്ത ഇൻഷുറൻസ് ഉദ്യോഗസ്ഥൻ KR പുരി റിസർവ് ബാങ്കിന്റെ തലപ്പത്തെത്തി. നെഹ്റുവിയൻ ആദർശവാദിയായ ധനമന്ത്രി C. സുബ്രഹ്മണ്യത്തിൽ നിന്ന് ബാങ്കിംഗ്, ആദായ നികുതി, കസ്റ്റംസ് എന്നീ വകുപ്പുകൾ പിടിച്ചെടുത്ത് പ്രധാന പാദസേവകനായ പ്രണബ് കുമാർ മുഖർജിക്ക് നൽകി. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാം നിയമനവും സ്ഥലം മാറ്റവും സഞ്ജയിന് വേണ്ടി ആർഖ്യ ധവാൻ വിശ്വസ്തയോടെ നിർവഹിച്ചു. സത്യസന്ധനായിരുന്ന ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ബാലേശ്വർ പ്രസാദിനെ പുറത്തു ചാടിച്ച് കിഷൻ ചന്ദ് എന്ന പുതിയ ആൾക്ക് ചുമതല നൽകി. കേന്ദ്രഭരണ പ്രദേശമായ ദില്ലിയിൽ അതോടെ സഞ്ജയ് അറിയാതെ ഒരില പോലും അനങ്ങാതെയായി. സഞ്ജയിന്റെ ഏകാധിപത്യ പരീക്ഷണശാലയായി ദില്ലി. കുടുംബാസൂത്രണ പദ്ധതിയുടെ പേരിൽ അവിവാഹിതർക്ക് വഴി നടക്കാൻ പറ്റാതായി. വന്ധ്യംകരണത്തിന് ആളെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ വന്ധ്യംകരിച്ചു. പഞ്ചാബിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയ കോളേജ് അധ്യാപകരുടെ ബസ് ഒരു വന്ധ്യംകരണ ശസ്ത്രക്രിയാ ക്യാമ്പിലേക്ക് തിരിച്ചുവിട്ടത് രാജ്യത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു. അധ്യാപകരെ ബലമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി. ദില്ലിയിൽ തുർക്ക്മാൻ ഗേറ്റിലും മറ്റും റോഡ് വികസനം എന്ന പേരിൽ ചേരികൾ ഇടിച്ചു നിരത്തി. പ്രതിഷേധിച്ചവരെ വെടിവെച്ചു കൊന്നു. ബാങ്കുകളെ മാത്രമല്ല, എല്ലാതരം അതിക്രമങ്ങളെയും അടിയന്തരാവസ്ഥ ദേശസാൽക്കരിച്ചു. ഉദ്യോഗസ്ഥർ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചാൽ, ജീവപായം വരുത്തിയാൽ പോലും ഇടപെടാനാവില്ലെന്ന തരത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിധിയുണ്ടായി. ഒരു പോലീസുകാരൻ ഒരാളെ വെടിവെച്ചു കൊന്നാൽ പോലും കോടതികൾക്ക് ഇടപെടാനാവില്ല. അടിയന്തരാവസ്ഥക്കാലം അത്യുന്നത നീതിപീഠത്തിന്റെ ചരിത്രത്തിലെയും കറുത്ത ദിനങ്ങളാണെന്ന് പറഞ്ഞത് ജസ്റ്റിസ് കൃഷ്ണയ്യരാണ്. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയെ വിറപ്പിച്ച വിപ്ലവ നേതാവായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. ബാംഗ്ലൂരിൽ ജനിച്ച ജോർജ് ഫെർണാണ്ടസിന്റെ രാഷ്ട്രീയ ജീവിതം മുംബൈയിലായിരുന്നു. മുംബൈയിൽ വമ്പൻ തൊഴിലാളി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയാണ് ഫെർണാണ്ടസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായത്. അടിയന്തരാവസ്ഥയിൽ എല്ലാവിധ അടിച്ചമർത്തലുകളോടും ഫെർണാണ്ടസ് നേർക്കുനിന്ന് പോരാടി. സർക്കാർ സ്ഥാപനങ്ങൾ തകർക്കാൻ ഡൈനമിറ്റ് കടത്തിയെന്ന കേസിൽ ഫെർണാണ്ടസിനെ കുടുക്കിയെങ്കിലും പിടികൂടാനായില്ല.
പോലീസ് അതിൻ്റെ അരിശം തീർത്തത് അദ്ദേഹത്തിൻ്റെ അനുയായിയും ആന്ധ്രയിൽ നിന്നുള്ള നടിയും നർത്തകിയുമായ സ്നേഹലത റെഡ്ഡിയെ കസ്റ്റഡിയിലെടുത്തുകൊണ്ടാണ്. UR അനന്തമൂർത്തിയുടെ വിഖ്യാതമായ സംസ്കാര എന്ന നോവൽ പട്ടാഭി രാമറെഡ്ഡി സിനിമയാക്കിയപ്പോൾ നായികയായിരുന്നു സ്നേഹലത. പിന്നീട് അവർ പട്ടാഭിയുടെ ജീവിതത്തിലും നായികയായി. ഇരുവരും ഉശിരരായ സോഷ്യലിസ്റ്റ് പോരാളികൾ. 1970-ൽ സംസ്കാര ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയതോടെയാണ് സ്നേഹലത രാജ്യമെങ്ങും ശ്രദ്ധിക്കപ്പെട്ടത്. അടിയന്തരാവസ്ഥ വിരുദ്ധ നിലപാടെടുത്തതോടെ ഇന്ദിരയുടെ കണ്ണിലെ കരടായി. എല്ലാ മൗലികാവകാശങ്ങളും ചവിട്ടിയെടുക്കപ്പെട്ട മനുഷ്യത്വരഹിതമായ ഭരണകാലത്തോട് ജയിലിൽ കിടന്നും സ്നേഹലത പോരാടി. വിട്ടുമാറാത്ത ആസ്മയിലും ശ്വാസകോശ അണുബാധയിലും കഷ്ടപ്പെടുമ്പോൾ പോലും ജയിൽ അധികൃതർ വൈദ്യചികിത്സ ഏർപ്പെടുത്തിയില്ല. 1977 ജനുവരി 15-ന് പരോളിൽ വിട്ടയക്കപ്പെട്ടതിൻ്റെ 5-ാം ദിവസം സ്നേഹലത ഈ ലോകത്തോട് വിട പറഞ്ഞു. 1976 ജൂണിൽ കൽക്കത്തയിൽ വെച്ചാണ് ജോർജ് ഫെർണാണ്ടസ് അറസ്റ്റിലായത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര സർക്കാരിനെ അധികാരത്തിലെത്തിച്ച 1977-ലെ തെരഞ്ഞെടുപ്പിൽ തീഹാർ ജയിലിൽ കിടന്നാണ് ഫെർണാണ്ടസ് മത്സരിച്ചത്. മുസഫർപൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചത് 3 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക്. അടിയന്തരാവസ്ഥയുടെ അഗ്നിപരീക്ഷകളെ അതിജീവിച്ച് ഇന്ത്യ കണ്ട രാഷ്ട്രീയ അധികായന്മാരിൽ ഒരാളായി പടർന്നു പന്തലിച്ച ജോർജ് ഫെർണാണ്ടസിന്റെ അവസാന കാലം അഴിമതി ആരോപണങ്ങളും അൽഷിമേഴ്സ് ബാധയുമായി അതീവ സങ്കടകരമായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യമെങ്ങും ഭീകരമായ നരഹത്യകളും മനുഷ്യാവകാശ ലംഘനങ്ങളും അരങ്ങേറിയപ്പോൾ കേരളം പൊതുവെ നിശബ്ദമായിരുന്നെന്ന് പറയാറുണ്ട്. ഒരു രാജൻ സംഭവം ഒഴിച്ചാൽ. മലയാളികൾ ഭീരുക്കളായതുകൊണ്ടാണോ എന്നറിയില്ല, സാഹസിക പ്രക്ഷോഭങ്ങൾ ഇവിടെ കുറവായിരുന്നു. തീവണ്ടികൾ കൃത്യസമയത്ത് വരാനും പോകാനും തുടങ്ങി. ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹാജർ കൃത്യമായിരുന്നു. ഉദ്യോഗസ്ഥ വൃന്ദം ജനങ്ങളോട് മര്യാദയോടുകൂടി പെരുമാറാൻ തുടങ്ങി. സ്വാർത്ഥ ചിന്താഗതിക്കാർക്ക് ഇതിൽ കൂടുതൽ വേറെന്തു വേണം? അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടുമെന്ന് പ്രതീക്ഷിച്ച പലരും കേരളത്തിൽ രംഗത്ത് വന്നില്ല. സമരമുഖത്ത് എത്തില്ലെന്ന് കരുതിയവർ എത്തുകയും ചെയ്തു. CPIM-ഉം സംഘടനാ കോൺഗ്രസും അഖിലേന്ത്യാ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും പോരാട്ടത്തിൽ ഏകാഭിപ്രായക്കാരായിരുന്നു. അടിയന്തരാവസ്ഥ ഒരു വിഷസർപ്പമാണ്, കിട്ടിയ ഏതു വടികൊണ്ടും അതിനെ അടിക്കണമെന്ന് AKG പറഞ്ഞു. രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന AKG തന്നെയായിരുന്നു അടിയന്തരാവസ്ഥ വിരുദ്ധ കേരളത്തിൻ്റെ നായകൻ. മരണക്കിടക്കയിൽ നിന്ന് അദ്ദേഹം ഏറ്റവും അവസാനമായി കേട്ടതും ഒരുപക്ഷെ ആ ഏകാധിപത്യത്തിൻ്റെ പതനമായിരിക്കാം. ഒരു ജനനേതാവിന് കാലം നൽകിയ ഏറ്റവും സാർത്ഥകമായ യാത്രാമൊഴി. CPI നേതാവ് C. അച്യുതമേനോനായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. എന്നാൽ നിയമസഭയ്ക്കകത്തും പുറത്തും മുഖ്യമന്ത്രിയേക്കാൾ സർവാധിപതിയായി വികരിച്ചിരുന്നത് ആഭ്യന്തരമന്ത്രി K. കരുണാകരനും അദ്ദേഹത്തിൻ്റെ ആശ്രിതവത്സരായ പോലീസ് ഉദ്യോഗസ്ഥരുമായിരുന്നു. 1976 ഫെബ്രുവരി 28-നായിരുന്നു കോഴിക്കോട് കൂരാച്ചുണ്ടിലെ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം. നക്സലൈറ്റ് നേതാവ് K. വേണുവിൻ്റെ നേതൃത്വത്തിൽ സ്റ്റേഷൻ ആക്രമിച്ച സംഘം 2 റൈഫിളുകൾ തട്ടിയെടുത്തു. ഭരണകൂടത്തിൻ്റെ ദുരഭിമാനം മുറിവേറ്റ ഹിംസമൃഗമായി. പോലീസ് തലങ്ങും വിലങ്ങും നരനായ അഴിച്ചുവിട്ടു. മാർച്ച് 1-ന് പുലർച്ചെ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കായണ്ണ സംഭവം നടക്കുമ്പോൾ രാജൻ ഫറൂഖ് കോളേജിൽ D-സോൺ കലോത്സവത്തിലായിരുന്നു. ആ രാത്രി മുഴുവൻ രാജൻ കോളേജിലുണ്ടായിരുന്നു. രാജന്റെ സുഹൃത്തും നക്സലൈറ്റുമായ മുരളി കണ്ണമ്പള്ളിയെ കണ്ടെത്താനായിരുന്നു പോലീസ് രാജനെയും ജോസഫ് ചാലിയെയും കസ്റ്റഡിയിലെടുത്തത്. രാജനെ കക്കയം ടൂറിസ്റ്റ് ബംഗ്ലാവിലേക്കാണ് പോലീസ് കൊണ്ടുപോയത്. അതിക്രൂരമായിരുന്നു കക്കയം ക്യാമ്പിലെ മർദ്ദനം. രാജനോടൊപ്പം മർദ്ദനത്തിന് വിധേയനായ കാനങ്ങോട്ട് രാജനിൽ നിന്നാണ് പിന്നീട് കേരളം ആ നടുക്കുന്ന മർദ്ദന കഥകൾ കേട്ടത്. കൈകാലുകൾ ബെഞ്ചിന് പിറകിലേക്ക് കെട്ടി വായിൽ തുണിതിരുകി ഉരുട്ടലായിരുന്നു മർദ്ദനമുറ. അസ്വാഭാവികമായി എന്തോ സംഭവിച്ചത് കണ്ട് പോലീസ് രാജനെ ഉരുട്ടുന്നത് നിർത്തി. പിന്നീട് രാജനെ ആരും കണ്ടവരില്ല. അർദ്ധരാത്രി തന്നെ മൃതദേഹം കക്കയം ഡാമിൽ കെട്ടിത്താഴ്ത്തിയെന്നും പിന്നീട് പഞ്ചസാരയിട്ട് കത്തിച്ചെന്നും പന്നികൾക്ക് തീറ്റയായി കൊടുത്തെന്നുമെല്ലാം ഭാഷ്യങ്ങളുണ്ട്. മലയാളി ആദ്യമായി ഭരണകൂട മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ തീവ്രത എന്താണെന്നറിയുന്നത് രാജൻ സംഭവത്തിലൂടെയാണ്. നീതിക്ക് വേണ്ടി രാജൻ്റെ അച്ഛൻ ഈശ്വരവാര്യർ നടത്തിയ അലച്ചിൽ
ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പോരാട്ടമാണ്. രാജൻ സംഭവം പോലെ ആധുനിക കേരളം അതുപോലെ വേദന കൊണ്ട മറ്റൊരു ചരിത്ര മുഹൂർത്തവുമില്ല. ഭരണകൂടം അതുപോലെ പ്രതിരോധത്തിലായ മറ്റൊരു ചരിത്ര സന്ദർഭവുമില്ല. 1977 മാർച്ച് 25-ന് കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും അടിയന്തരാവസ്ഥയും രാജൻ കേസും അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു. രാജൻ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചതായി തെളിവുണ്ടെന്ന് വിധി വന്നു. കള്ള സത്യവാങ്മൂലം സമർപ്പിച്ച കരുണാകരനെതിരെ പ്രോസിക്യൂഷൻ നടപടിക്ക് കോടതി ഉത്തരവിട്ടു. കരുണാകരൻ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിച്ചെങ്കിലും 1978 ഏപ്രിൽ 25-ന് 33 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിറങ്ങേണ്ടി വന്നു. അടിയന്തരാവസ്ഥ വേറൊരർത്ഥത്തിൽ ജനാധിപത്യത്തിലുള്ള നമ്മുടെ വിശ്വാസം 10 മടങ്ങ് ശക്തിപ്പെടുത്തിയെന്ന് പറഞ്ഞാലും തെറ്റില്ല. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടല്ല, അടിയന്തരാവസ്ഥയിൽ തന്നെയായിരുന്നു പൊതു തെരഞ്ഞെടുപ്പ്. അതായത് 1977 മാർച്ച് 6 മുതൽ 19 വരെ. തെരഞ്ഞെടുപ്പിൽ ഇന്ദിര തോറ്റാൽ അടിയന്തരാവസ്ഥ നീട്ടുമെന്ന് തന്നെ പലരും കരുതി. എന്നാൽ മാർച്ച് 20-ന് വോട്ടെണ്ണി. 21 മാസത്തെ സ്വേച്ഛാധിപത്യത്തിന് ജനങ്ങൾ അന്ത്യം കുറിച്ചു. 21-ാം തീയതി തന്നെ അടിയന്തരാവസ്ഥയും പിൻവലിച്ചു. ഇന്ദിര റായ്ബറേലിയിലും സഞ്ജയ് അമേഠിയിലും ദയനീയമായി തോറ്റു. വടക്കേ ഇന്ത്യയിലാകെ കോൺഗ്രസ് തൂത്തെറിയപ്പെട്ടു. കോൺഗ്രസിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന ജനതാ പാർട്ടിയും സഖ്യകക്ഷികളും വൻ വിജയം നേടി. രാജ്യത്താദ്യമായി മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് ഇതര സർക്കാർ അധികാരമേറ്റു. കോൺഗ്രസ് പാർട്ടി അതിന്റെ നേതൃത്വത്തിൽ നിന്ന് താൽക്കാലികമായെങ്കിലും ഇന്ദിരയെ നീക്കം ചെയ്തു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് 4-ാമത്തെ വർഷം സ്വയം പറപ്പിച്ച വിമാനം തകർന്ന് സഞ്ജയ് കത്തിച്ചാമ്പലായി. ജനാധിപത്യത്തിന്റെ മഹത്തായ വിജയമായിരുന്നു അത്. ഭരണഘടനയുടെ പിൻബലത്തോടെ അധികാരം നിലനിർത്താനുള്ള ഒരു ഭരണാധികാരിയുടെ കുടില നീക്കങ്ങളെ ജനം നിശബ്ദ വിപ്ലവത്തിലൂടെ തൂത്തെറിഞ്ഞു. വടക്കേ ഇന്ത്യയിലെ അക്ഷരജ്ഞാനമില്ലാത്ത ജനകോടികൾ നടത്തിയ 2ാം സ്വാതന്ത്ര്യ സമരം. എന്നാൽ രാജ്യം കോൺഗ്രസിനെ കടമുഴക്കിയെറിഞ്ഞപ്പോൾ കേരളം അടിയന്തരാവസ്ഥ പാർട്ടിയെ തന്നെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു. ഇന്നും മലയാളിയുടെ ഉയർന്ന രാഷ്ട്രീയ പ്രബുദ്ധതയെ കൊഞ്ഞനം കുത്തുന്ന ചരിത്ര സന്ദർഭമാണത്. അടിയന്തരാവസ്ഥയോടെ ജനമേകാധിപത്യത്തിന് അന്തിമ വിധിയെഴുതിയെന്ന് കരുതിയെങ്കിലും അരനൂറ്റാണ്ടിനുള്ളിൽ ഏറിയും കുറഞ്ഞും സംഘടനകളിലും ഭരണകേന്ദ്രങ്ങളിലും എത്ര അപ്രഖ്യാപിത അടിയന്തരാവസ്ഥകളുണ്ടായി. എത്ര ഏകാധിപതികൾ ഇവിടെ ഏതൊക്കെ സ്ഥാനങ്ങളിൽ വ്യത്യസ്ത അളവിലും തൂക്കത്തിലും രൂപത്തിലും നിർബാധം വിഹരിച്ചു. ഏതൊക്കെ തരത്തിൽ ജനം അമിതാധികാര പ്രയോഗത്തിൻ്റെയും ജനാധിപത്യ ധ്വംസനത്തിൻ്റെയും അനുരണനങ്ങളെ എതിർപ്പുകളില്ലാതെ നിശബ്ദം സഹിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥയെങ്കിൽ 2ാമത്തെ കറുത്ത അധ്യായമാണ് ബാബറി മസ്ജിദിന്റെ തകർച്ച. ശേഷമുള്ള അധ്യായങ്ങൾ എത്രയെത്ര. അടിയന്തരാവസ്ഥയേക്കാൾ നിഷ്ഠൂരമാണ് ബാബറി മസ്ജിദിന്റെ തകർച്ചയെന്ന് കോൺഗ്രസ്സുകാരും അടിയന്തരാവസ്ഥ പോലെ രാജ്യദ്രോഹപരമല്ല ബാബറി മസ്ജിദിന്റെ തകർച്ചയെന്ന് BJP-ക്കാരും പറയും. രണ്ടും തമ്മിൽ ഒരു സാദൃശ്യവുമില്ലെന്നും രണ്ടു കൂട്ടരും വാദിച്ചേക്കും. അടിയന്തരാവസ്ഥയെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വമോ ബാബറി മസ്ജിദ് സംഭവത്തെപ്പറ്റി സംഘപരിവാരോ തെറ്റേറ്റു പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ ന്യായീകരണങ്ങളിൽ ക്ഷമാപണ സ്വരമെങ്കിലുമുണ്ട്. സംഘപരിവാറിൽ അതുമില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ എല്ലാ ദൗർബല്യങ്ങളിലും ഇവിടെ അടിയന്തരാവസ്ഥ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ലെങ്കിൽ നമ്മളതിന് കീഴ്പ്പെട്ടു എന്നാണ് അർത്ഥം.